ഹലോ, ഇത് എന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ യൂണിറ്റിൽ നിന്ന് നമ്മൾ വാഗ ബോർഡറും ഗോൾഡൻ ടെമ്പിളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നാണ് ഇടാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ നേരത്തെ എണിച്ചു, 4 മണിയായപ്പോൾ എണിച്ചു കേട്ടോ. ഫുഡൊക്കെ കൊണ്ടുപോകണമായിരുന്നു, വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി. അവർ ഹോട്ടലിൽ അവിടെ ഇതിലൊക്കെ നിർത്തും കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് അങ്ങനെ പറ്റാത്തത് കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയി. 4 മണിക്ക് എണിച്ചു കേട്ടോ. ഞാൻ തലേ ദിവസം നമ്മൾ റൈസ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വെളുപ്പിനെയാണ് നമ്മൾ ലെമൺ റൈസാണ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ലെമൺ റൈസിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി അടുക്കളയൊക്കെ ആകെ നിരന്ന് കൊള്ളായിട്ടാണ് കിടക്കണത്. ഉമേഷ് എന്നെ ഹെൽപ്പ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. കാരണം ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ബാച്ചിലേഴ്സ് കുറച്ച് പേരുണ്ട് ഉമേഷിൻ്റെ കൂടെ വർക്ക് ചെയ്യണത്. അവർക്കും കൂടി ഒരു 5-6 പൊതി എക്സ്ട്രാ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഉമേഷും എൻ്റെ കൂടെ കൂടിയിട്ടോ. പിന്നെ തക്കാളി ചട്നി പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് പച്ച പീനട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, യൂട്യൂബ് നോക്കിയിട്ടാട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മുടെ കുറേ പിള്ളേരെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. പിള്ളേരൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. 6:45 എത്താനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇവിടേക്ക് വണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയായി നമ്മൾ വണ്ടിയിൽ കയറി പോയിട്ടോ. നമ്മൾ പോണ വഴിക്കൊക്കെ കുറേ പാടാണോ, നമ്മൾ ഈ കടുകിൽ ഈ മഞ്ഞ കളറ് ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൃഷിയാണ് ഇവിടെ. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് കടുകാണെന്ന് തോന്നുന്നത്. കണ്ടോ, ഇത് നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡാൻസും പാട്ടും കൂത്തൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ബസ്സിൽ പോയപ്പോൾ. സാധാരണ എല്ലാവരും വിചാരിക്കും എന്നെ ഇവളൊക്കെ ഇങ്ങനെ പോവുകയാണെന്നില്ല. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോണത്. എന്നെ എൻ്റെ കെട്ടിയവർ എവിടേക്കും കൊണ്ടുപോകാറില്ല. നമുക്ക് അത്യാവശ്യം നമുക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിലൊക്കെ കുറച്ച് കാശൊക്കെ കയ്യിൽ വേണ്ടേ. അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് ചോദിക്കാറുമില്ല, എന്താ കൊണ്ടുപോകാത്തതെന്ന് ചോദിച്ചിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ യൂണിറ്റിൽ നിന്ന് പോണത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പോവാന്ന്. അങ്ങനെ പോവാന്നൊക്കെ വിചാരിച്ചു. പിന്നെ അടുത്ത മാസം നമ്മൾ നാട്ടിലേക്ക് വരികയാണെങ്കിൽ താജ്മഹലൊക്കെ ഒന്ന് ഇറങ്ങി കണ്ടിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. പക്ഷേ അതിന് മുന്നേ നാട്ടിലേക്ക് വരേണ്ടി വന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. നമ്മൾ അവിടെ നിർത്തും. അപ്പോൾ അവിടെ നിന്നൊരു നമ്മൾ 7 അപ്പ് മേടിച്ചു കേട്ടോ. അവിടെ ആ പ്രിൻറ്റിൽ അവിടെ എഴുതിയിരിക്കുന്നത് 25 റുപ്പീസ് എന്നാണ്. പക്ഷേ അവർ നമ്മുടെ കയ്യിൽ നിന്ന് 45 രൂപ മേടിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്നറിയോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജൊക്കെ വർക്ക് ചെയ്യണ്ടല്ലോ, അതിൻ്റെ കറണ്ട് ബില്ലൊക്കെ അതിൽ കൂട്ടുന്നു. കാരണം ഭയങ്കര പറ്റിക്കലാണ് കേട്ടോ. നമ്മൾ ദൂരത്തു നിന്നാണ് വരുന്നത്, നമ്മുടെ ആൾക്കാരെ നോക്കിയിട്ട് അവർ പറ്റിക്കുകയാണ്. എന്താ ചെയ്യുക, അങ്ങനെ ഓരോരുത്തർ. അങ്ങനെ നമ്മൾ വാഗാ ബോർഡർ എത്തിയിട്ടുണ്ട് കേട്ടോ. വാഗാ ബോർഡർ ഞാൻ എന്താ പറയുക കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. അപ്പുറത്ത് പാകിസ്ഥാൻകാരും ഇതേപോലെ ഓരോ പരിപാടികൾ തുടങ്ങി. ആദ്യം നമ്മൾ പോയില്ല, ഉമേഷ് വർക്കൊക്കെ നടന്നു വരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ കാരണം നമ്മുടെ പോലെ പിന്നെ അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നപ്പോൾ അവിടുത്തെ ആൾ എൻജോയ് ചെയ്യാം, ലേഡീസിന് വന്ന അതിൻ്റെ പിന്നെ ഒരു കാലത്ത് നമുക്ക് ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ. ഇത് വാഗാ ബോർഡറിൽ പോയി നമ്മൾ ഡാൻസ് ചെയ്തു എന്നൊക്കെ പറയാലോ. അങ്ങനെ ഞങ്ങൾ 3 പേരും പോയിട്ട് ഞാൻ നൈഹു ഞങ്ങൾ 3 പേരും കൂടി പോയിട്ട് അവിടെ ഡാൻസ് ചെയ്തു കേട്ടോ. നല്ല പാട്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ 5:30 വരെ എന്തേ ഉള്ളൂ. പിന്നെ അവരെന്തൊക്കെയോ കുറേ ഹിന്ദിയിലും അതും ഇതൊക്കെ പറയും, പാകിസ്ഥാൻ സംഭവങ്ങളൊക്കെ. പിന്നെ ലാസ്റ്റ് കഴിയാറാകുമ്പോൾ അവർ പാകിസ്ഥാൻ്റെ അവിടെ വലിയൊരു ഗേറ്റ് ഉണ്ട്, അത് തുറന്നു തരും കേട്ടോ. തുറന്ന് കാണിച്ചു തരും നമുക്ക് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെയും നൈഹുവിൻ്റെയും അടിപൊളി ഡാൻസാണ് കേട്ടോ. കുറേ ഉണ്ട്. അവർ കുറേ നേരം ഡാൻസ് ചെയ്തു, പാട്ടൊക്കെ വെച്ച് തന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പാട്ട് വെച്ചിട്ട് വീഡിയോ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കി കേട്ടോ. ഡിലീറ്റ് ആക്കാൻ പാടുമൊക്കെ അറിയില്ല, എന്തായാലും അത് ചെയ്തു. നല്ല പാട്ടായിരുന്നു കേട്ടോ. കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞത് കേട്ടോ. പിന്നെന്താ, അങ്ങനെ ഈ ഡാൻസ് കളിക്കുന്ന എൻ്റെ ഇടയിൽ എന്താ ഞാൻ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് തീരെ അറിയില്ല കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയോ ഞാൻ കണ്ടു കേട്ടോ, ഞാൻ റിപ്ലൈ കൊടുക്കണില്ല എന്നൊക്കെ. ഞാൻ കുറേ എണ്ണത്തിന് അങ്ങനെ റിപ്ലൈ കൊടുക്കലില്ല. ഞാൻ ഏതോ ഒന്നിനും കൊടുത്തിട്ട് എനിക്ക് മതിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു റിപ്ലൈ എനിക്ക് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ അയക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇതിൽ വല്ല ഓഡിയോ ഉണ്ടെങ്കിൽ അങ്ങനെ അയക്കായിരുന്നു. നല്ല മടിയാണ്. ഞാൻ വിചാരിച്ചു വല്ല ഓഡിയോ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ അവർ ചോദിച്ചതിനൊക്കെ ആൻസർ ചെയ്യാമെന്ന് കേട്ടോ. കുറേ പേര് എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം Q&A അങ്ങനെ എന്തോ സംഭവമില്ല, അത് ചെയ്യാട്ടോ. എൻ്റെ അടുത്ത് ആരൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് വലിയ ജാടയായിട്ടൊന്നുമില്ല കേട്ടോ റിപ്ലൈ തരാത്തത്. കുറച്ച് പേർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ കുറേ കമൻറ്റൊന്നും കാണാറില്ല. പിന്നെ ഞാനിങ്ങനെ YT സ്റ്റുഡിയോയിൽ പോയി എടുത്ത് നോക്കുമ്പോഴാണ് കുറേ പേരുടെ
ഒരു 2-3 ആഴ്ചയൊക്കെ ആകുമ്പോഴാണ്, 1 മാസമൊക്കെ ആകുമ്പോഴേ ഞാൻ കാണുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുക്കാതെ ഒന്നും ഇരിക്കാറില്ല, പക്ഷേ ഇങ്ങനെ മെസ്സേജൊക്കെ വരുമ്പോൾ കേട്ടോ. പക്ഷേ എന്താണെന്ന് അറിയുമോ, ഇതിലിങ്ങനെ എല്ലാം ടൈപ്പ് ചെയ്ത് എനിക്ക് സത്യം പറയുമ്പോൾ ടൈപ്പ് ചെയ്യാൻ മടിയാണ്. ഓഡിയോ ഒക്കെ ആണെങ്കിൽ ഞാൻ വാട്സപ്പിൽ തന്നെ അങ്ങനെ ടൈപ്പ് ചെയ്ത് അയക്കലില്ല, ഓഡിയോ ആയിട്ട് അയക്കൽ. അങ്ങനെ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കാണാനാണ് പോണത്. ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ ഒരു എപ്പോഴാണ് എത്തുന്നറിയില്ല, ഒരു 6:30 ആകുമ്പോൾ എത്തും തോന്നുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കും. അങ്ങനെയാണ്. ആകെ 2 സ്ഥലത്തെ പോകുന്നുള്ളൂ സംഭവം. നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ മറ്റേ നമ്മുടെ ജാലിയൻ വാലാബാഗോ അങ്ങനെ എന്തോ സംഭവമില്ലേ, അതൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ നൈറ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ വാഗാ ബോർഡറൊക്കെ കണ്ട് ഇറങ്ങിയിട്ടോ ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടുന്ന് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്കാട്ടോ പോയത്. ഞാൻ കേട്ടിട്ടുള്ളൂ ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന്. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല വൃത്തിയും വെടുപ്പുള്ള സ്ഥലമാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. നമുക്ക് സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്നാൽ മതി കേട്ടോ. അതിൻ്റെ ആ അമ്പലത്തിൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ നടുവിൽ ഇങ്ങനെ വെള്ളമാണ്, അതിന് ചുറ്റും എവിടെയെങ്കിലും ഇരുന്നാൽ നല്ലൊരു ആശ്വാസമാണ് മനസ്സിന് തോന്നിയിട്ടോ. പക്ഷെ നമ്മൾ തനിയെ പോകുമ്പോഴൊക്കെ ഇരിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു യൂണിറ്റിൽ നിന്ന് പോണതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരികെ പോകണമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ, നല്ല വൃത്തിയുണ്ട് കേട്ടോ. അവിടെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ലങ്കറിന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ആ ഫുഡ് എങ്ങനെയെന്ന് പറയുക, എനിക്കാണെങ്കിൽ ചപ്പാത്തിയൊക്കെ കിട്ടിയതും ആ ഫുള്ളും കഴിച്ചിട്ട് എണിക്കാൻ പാടുള്ളൂ അവിടെ നിന്ന് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വെളുപ്പിനെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് ക്വാർട്ടേഴ്സിൽ എത്തിയത് കേട്ടോ. അങ്ങനെ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഒത്തിരി ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ശരി.